ഡാൻസൊക്കെ അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റിയെങ്കിലും നല്ല 2 ഫോട്ടോ കിട്ടാഞ്ഞിട്ടായിരുന്നു എനിക്ക് സങ്കടം. ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് പാതിരാത്രി വീട്ടിൽ വന്നിട്ട് 2-3 റീലെടുത്തിട്ടാണ് ഞാൻ മേക്കപ്പ് എല്ലാം കഴുകിക്കളഞ്ഞത്. അങ്ങനെ 4 മണിക്ക് കിടന്നുറങ്ങി നമ്മൾ വെളുപ്പിനെ 6 മണിക്ക് എണീറ്റിട്ട് കുളിച്ചൊരുങ്ങി നമ്മൾ നേരെ ഭജന സമിതിയിലേക്ക് പോവാണ്. ഇവിടെ നിന്നാണ് ഈ കുടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ഞാൻ ഈ കുടം എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ കുടം കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമാണ്. ചേട്ടനൊക്കെ 10-22 വർഷമായിട്ട് ഇവിടുന്ന് തന്നെയാണ് കുടം എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇറങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് ഈ വർഷം ഇറങ്ങിയത്. അങ്ങനെ ഗരുഡൻ പറവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പൈസയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നിലത്തു നിന്നൊക്കെ എടുക്കും. കറക്റ്റ് 11 മണിയായപ്പോഴത്തേക്കും നമ്മുടെ കവലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. കുടം എടുക്കാൻ പറ്റാത്ത സങ്കടം ഞാൻ തീർക്കുന്നത് ഭജന സമിതിയിൽ നിന്ന് ഇവരുടെ കൂടെ നടന്നു വന്നിട്ടാണ്. കൂടെ അമ്മയും കാണും. അപ്പോൾ ചേട്ടന് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കാനും അങ്ങനെ ഞങ്ങൾ കൂടെ നിൽക്കും. അങ്ങനെ കവലയിലെത്തി ശിവൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് നമ്മൾ നേരെ മഹാകാളിപ്പാറയിലോട്ട് കയറിപ്പോണ്. അപ്പോൾ ആദ്യം പോകുന്നത് തൊണ്ടുവേലിക്കാർ തന്നെയാണ്. പിന്നെ വരുന്ന ടീംസിൻ്റെ കൂടെയൊക്കെ കുറച്ച് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വൈബടിച്ചൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഗ്രൗണ്ടിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ടൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാനും റോഷൻ ചേട്ടനും മനുചേട്ടനും ഗോകുലേട്ടനും ഒക്കെ കൂടെ കടയിൽ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ മനുചേട്ടനെ കൊണ്ട് ഞാൻ ഫാണ്ടൊക്കെ മേടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ പോയി. അപ്പോൾ നമുക്ക് പ്രസാദം കഴിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഒരു വർഷം പോലും ഞാനങ്ങനെ മിസ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ കുറച്ച് പ്രസാദം കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.